ഹലോ എവരിവൺ, വെൽക്കം ടു ഈസി മാത്സ്. കഴിഞ്ഞ വീഡിയോസിലെല്ലാം സമാന്തര ശ്രേണിയുടെ തുക കണ്ടുപിടിക്കുന്നതും എണ്ണാം പദം കണ്ടുപിടിക്കുന്നതും അങ്ങനെ എല്ലാ പോർഷൻസും ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ പേജ് നമ്പർ 12 ലാസ്റ്റ് ഭാഗത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് പഠിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന ഓരോ സമാന്തര ശ്രേണിയിലും പദങ്ങളുടെ തുക കണ്ടെത്തുക. അതായത് ഈ സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. ഈ സമാന്തര ശ്രേണിയുടെ ആദ്യ പദം മുതൽ അവസാനത്തെ പദം വരെ തന്നിട്ടുണ്ട്. ഇത്രയും പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ എത്ര പദങ്ങളുണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. അവസാനത്തെ പദവും ആദ്യ പദവും തന്നിട്ടുണ്ട്. തുക കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമുക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം എഴുതി വെക്കണം. അതായത് ഒന്നാം പദം നമുക്കറിയാം. സമാന്തര ശ്രേണി നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒന്നാം പദമായിട്ടുള്ള എ എന്ന് പറഞ്ഞ ലെറ്റർ അറിയാം, ആറാണെന്നറിയാം. പിന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യം എന്താണ്? ഒരു സമാന്തര ശ്രേണി കിട്ടിക്കഴിഞ്ഞാൽ പൊതുവ്യത്യാസം എഴുതാമല്ലോ. പൊതുവ്യത്യാസം ആയ ഡി എത്രയാണെന്ന് എഴുതണം. പൊതുവ്യത്യാസം കണ്ടുപിടിക്കുന്നത് അടുത്തടുത്തുള്ള പദങ്ങൾ കുറയ്ക്കണം. 11 - 6 ചെയ്തപ്പം 5 കിട്ടി. ഈ രണ്ട് കാര്യങ്ങൾ നമുക്കറിയാം. ഇനിയും നമുക്ക് ഒരു കാര്യം കൂടെ നമുക്ക് എഴുതാമല്ലോ. ഇതിനുപയോഗിച്ചിരിക്കുന്ന നിയമം കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എണ്ണാം പദം എത്രയാണെന്ന് അറിയുള്ളൂ. അപ്പോൾ ഇതിലുപയോഗിച്ചിരിക്കുന്ന നിയമം എന്താണെന്ന് കണ്ടുപിടിക്കണം. ആ നിയമം കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു, ഇതിൽ അറിയുന്ന ഏതെങ്കിലും ഒന്നാമത്തെ പദം ഇതാണെന്നറിയാം, രണ്ടാം പദം ഇതാണെന്നറിയാം, മൂന്നാം പദം ഇതാണെന്നറിയാം, നാലാം പദം ഇതാണെന്നറിയാം. പക്ഷെ ഇത് എത്രാമത്തെ പദമാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്കിതിൽ നാലാം പദത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന നിയമം എന്താണെന്ന് നോക്കാം. നാലാം പദമായിട്ടുള്ള 21 എടുത്തു. നമുക്കറിയാം 21 എന്ന് പറഞ്ഞാൽ നാലാം പദമാണെന്ന്. നാലാം പദം ഈക്വൽ ടു പൊതുവ്യത്യാസം എടുക്കുക, അതിനോട് 4 ഗുണിക്കുക, എന്നിട്ട് നോക്കുക, ചെക്ക് ചെയ്യുക. 5 × 4 എത്രയാ? 20 ആയിട്ടുള്ളൂ. 21 കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1 കൂട്ടണം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന നിയമം എന്താന്ന് വെച്ചാൽ ഈ സംഖ്യാശ്രേണിയുടെ എല്ലാം 1 കൂട്ടി എഴുതിയാലേ നമുക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന നിയമം കിട്ടുള്ളൂ. ഇതിൽ നമുക്ക് നേരെ എണ്ണാം പദം എഴുതാലോ, സംശയമില്ലല്ലോ. എണ്ണാം പദം എഴുതണമെങ്കിൽ പൊതുവ്യത്യാസം എഴുതുക, അതിനോട് എത്രാം പദം? എണ്ണാം പദമായോണ്ട് n എഴുതുക, +1 എഴുതുക. ഇതാണ് നമ്മുടെ എണ്ണാം പദം. ഈ എണ്ണാം പദത്തിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എണ്ണാം പദം എഴുതി കഴിഞ്ഞാൽ പിന്നെ ഏത് പദങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ആ എന്നിൻ്റെ അവിടെ ആ സംഖ്യ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. എണ്ണാം പദം കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ 151 എന്ന് പറഞ്ഞാൽ എത്രാമത്തെ പദമാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ 151 വരെ ഇവരെ എഴുതി വെച്ചിട്ടുള്ളൂ. ഈ 151 എന്ന് പറഞ്ഞാൽ എത്രാമത്തെ പദമാണെന്ന് അറിയില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എണ്ണാം പദം ആ 151 ആയിട്ട് സങ്കല്പിക്കുക. അതായത് ഈ ഇക്വേഷൻ എടുത്തിട്ട് 151 ആണെന്ന് അങ്ങ് സങ്കല്പിക്കുക. എണ്ണാം പദം എന്ന് പറഞ്ഞാൽ അറിയാത്ത പദം 151 ആണെന്ന് സങ്കല്പിക്കുക. അപ്പൊ 151 എന്ന് പറഞ്ഞാൽ നമ്മുടെ എണ്ണാം പദമായി സങ്കല്പിക്കുക. നമുക്കറിയാം എണ്ണാം പദത്തിന്റെ ഇക്വേഷൻ എന്താ? അതെടുത്ത് എഴുതുക. അപ്പോൾ 5 × n + 1. ഞാൻ പറഞ്ഞു ഇൻറ്റു n എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെ എഴുതാം? 5n എന്ന് എഴുതാം. നിർബന്ധമില്ല, ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ 5n എന്നും എഴുതാം. അപ്പം 5 × n + 1 എന്ന് പറഞ്ഞാൽ 151 എന്ന് അറിയാം. ഇത് വന്നു കഴിഞ്ഞാൽ ഇവിടെ +1 നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകണം. +1 ഞാൻ പറഞ്ഞു, മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞു, പ്ലസിനെ ആ സംഖ്യയോടുകൂടി ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ആ പ്ലസ് മാറി എന്താകും? മൈനസ് ആകും. അതായത് 5 × n +1 മുഴുവനായിട്ട് എടുത്ത് കൊണ്ടുപോയി. അപ്പം ഇവിടെ എന്താ ഉള്ളത്? ഈക്വൽ ടു മാത്രമേ ഉള്ളൂ. 151 ആദ്യം എടുത്ത് എഴുതുക. +1 അതുപോലെ അപ്പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ അത് -1 ആകും. അതായത് 5 × n എന്ന് പറഞ്ഞാൽ 151 1 കുറയ്ക്കണം. നമുക്കറിയാം 150 ആണ്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഈ n എന്ന് പറഞ്ഞാൽ എത്രാമത്തെ പദമാണ് ഈ 151 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 5നോട് ഏതോ ഒരു സംഖ്യ ഗുണിച്ചാൽ 150 കിട്ടും. അപ്പോൾ ആ സംഖ്യ എത്രയായിരിക്കും? അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5നോട് ഏതോ ഒരു സംഖ്യ ഗുണിച്ചാൽ 150 കിട്ടും. അപ്പോൾ ആ സംഖ്യ എന്താണെന്ന് അറിയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 150ഉം 5ഉം കൂടെ ഹരിച്ചാൽ പോരെ? 150ഉം 5ഉം കൂടെ ഹരിക്കുമ്പോൾ നമുക്കറിയാം 150ഉം
5 കൂടെ ഹരിക്കുമ്പോൾ 30 കിട്ടും. അതായത് n എന്ന് പറയുന്നത് 30 ആണ്. അതായത് ഈ സമാന്തര ശ്രേണിയുടെ 151 പറയുന്നത് അതിൻ്റെ 30ാം പദമായിരുന്നു. കണ്ടോ? അപ്പം ആദ്യത്തെ 30 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി 30 പദങ്ങളുടെ തുക എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് അടുത്തത് നോക്കാം. 30 എന്ന് പറയുന്നത് ഇരട്ട സംഖ്യ ആയതുകൊണ്ട് ഇത് ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യയാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഇരട്ട സംഖ്യയാണെങ്കിൽ ഇതിന് മധ്യപദം ഒരു മധ്യപദം കാണില്ല. ഇതിന് ശരാശരിയാണ് നമ്മൾക്ക് എടുക്കേണ്ടത്. ശരാശരി എടുക്കണമെങ്കിൽ 30ന്റെ മധ്യപദങ്ങളിൽ വരുന്ന 2 പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കണം. ഏതൊക്കെയായിരിക്കും? 15ഉം 16ഉം ആണ്. അതറിയാത്തവർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി മധ്യപദത്തിന്റെ സ്ഥാനം കണ്ടുപിടിക്കണം. 30ന്റെ മധ്യപദങ്ങൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ അറിയാത്തവർക്ക് ആ 30 എടുക്കുക. ഇരട്ട സംഖ്യ ആയതുകൊണ്ട് 30നോട് 2 ഹരിക്കുക. 30ന്റെ പകുതി എത്രയാണ്? 15 ആണ്. ഈ 15ന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടുക. അപ്പോൾ നമുക്ക് 15ഉം 16ഉം കിട്ടി. പക്ഷെ 15ഉം 16ഉം അല്ല സംഖ്യകൾ, 15ാമത്തെയും 16ാമത്തെയും പദങ്ങളാണ് ഇതിൻ്റെ മധ്യപദങ്ങൾ. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്? 15ാം പദം കണ്ടുപിടിക്കണം, 16ാം പദം കണ്ടുപിടിക്കണം. ആ സംഖ്യകൾ എടുത്തിട്ടാണ് ശരാശരി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മളിതിൻ്റെ 15ാം പദം കണ്ടുപിടിക്കാൻ പോവാം. ഇതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം, n-ാം പദം അറിയാമെങ്കിൽ n-ന്റെ അവിടെ 15 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം 15ാം പദം കിട്ടും. n-ാം പദം അറിയാലോ, പൊതുവ്യത്യാസം ഇൻറ്റു 15 പ്ലസ് 1 ചെയ്താൽ 15ാം പദം കിട്ടും. 5 ഇൻറ്റു 15 ചെയ്തിട്ട് 1നോട് കൂട്ടാവൂ. 5 ഇൻറ്റു 15 75 ആണ്. 75 പ്ലസ് 1 76 കിട്ടി. ഇനി 16ാം പദം കിട്ടണമെങ്കിൽ, 16ാം പദം കണ്ടുപിടിക്കണമെങ്കിൽ പൊതുവ്യത്യാസം ഇൻറ്റു 16 പ്ലസ് 1 81 കിട്ടി. 15ാമത്തെയും 16ാമത്തെയും പദങ്ങൾ കിട്ടി. അതായത് 76ഉം 81ഉം ആയിരുന്നു ഇതിൻ്റെ മധ്യപദങ്ങൾ. മധ്യപദങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് എന്താ ചെയ്യേണ്ടത്? ശരാശരി കണ്ടുപിടിക്കണം. ശരാശരി കണ്ടുപിടിക്കണമെങ്കിൽ മധ്യപദങ്ങൾ എടുത്ത് എഴുതുക, അതിനെ കൂട്ടിയിട്ട് അതിനോട് 2 വെച്ച് ഹരിക്കുക. 78.5 കിട്ടി. 78.5 ഇതാണ് ശരാശരി. അതായത് നമ്മുടെ മധ്യപദം കിട്ടി. അപ്പം നമുക്ക് മധ്യപദം എന്ന് എഴുതാം. മധ്യപദം 78.5. ഈ സമാന്തര ശ്രേണിയുടെ മധ്യപദം 78.5 ആണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തുക എളുപ്പം കണ്ടുപിടിക്കാമല്ലോ. തുക ഈക്വൽ ടു മധ്യപദം എടുക്കുക, അതിനോട് എത്ര പദങ്ങളുണ്ട്? 30 പദങ്ങളാണ്. 30ാം പദമാണ് 151. അതായത് 30 പദങ്ങളുണ്ട് ഈ ശ്രേണിയിൽ. 30നോട് ഗുണിക്കുമ്പോൾ ഇങ്ങനെ പോയിന്റ് വരുമ്പോൾ ഗുണിക്കാൻ ഞാൻ പറഞ്ഞു, പോയിന്റ് മാറ്റണം. 785 എടുത്തിട്ട് അതിനോട് ഈ 3 വെച്ച് ആദ്യമേ ഗുണിക്കണം. ഇത്രയും കിട്ടിക്കഴിഞ്ഞ് നമുക്കറിയാം 30 ആയിരുന്നു, പക്ഷെ നമ്മൾ 3 വെച്ച് ഗുണിച്ചിട്ടുള്ളൂ. അപ്പം 30ന്റെ 0 കൂടെ എടുത്ത് എഴുതണം. എന്നിട്ടാണ് നമ്മൾ പോയിന്റ്, ഒരു പോയിന്റ് അല്ലേ 88.5 എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് വ്യത്യാസമാണ്. ആ പോയിന്റ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കണം ഉത്തരത്തിൽ. അതായത് 2355 ആണ് നമ്മുടെ ഉത്തരം. പോയിന്റ് കഴിഞ്ഞ് 0 വന്നാൽ അത് എടുക്കാൻ പാടില്ല. അപ്പം ഇത്ര എഴുതുക. അപ്പോൾ തുക കിട്ടി. ആദ്യത്തെ 30 പദങ്ങളുടെ തുക 2355 ഈ സമാന്തര ശ്രേണിയുടെ. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന ഓരോ സമാന്തര ശ്രേണിയിലും പദങ്ങളുടെ തുക കണ്ടെത്തുക. അതിലെ രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള 6, 14, 22, 30 എന്നിങ്ങനെ 86 വരെയുള്ള സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണം. 86 വരെയുള്ള സംഖ്യയാണ്. 86 എന്ന് പറഞ്ഞാൽ എത്രാമത്തെ പദമാണെന്ന് തന്നിട്ടില്ല. അപ്പം ഇങ്ങനൊരു സമാന്തര ശ്രേണി കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ അറിയുന്ന കാര്യങ്ങളെല്ലാം എഴുതാം. 1-ാം പദമായിട്ടുള്ള 1-ാം പദത്തിനെ എ എന്നാ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ 1-ാം പദം എന്ന് എഴുതണമെങ്കിൽ എഴുതാം. 1-ാം പദം 6 എഴുതി. പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡി ആണ് സൂചിപ്പിക്കുന്നത്, അത് കണ്ടുപിടിക്കാം. 14 - 6 ചെയ്തപ്പോൾ 8 ഡി കിട്ടി. 1-ാം പദവും പൊതുവ്യത്യാസവും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ n-ാം പദം അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ നമുക്ക് തുകയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ എത്ര പദങ്ങളുണ്ടെന്ന് തന്നിട്ടില്ലാത്തത് കൊണ്ടാണ് നമ്മൾ n-ാം പദം എടുക്കുന്നത്. ആദ്യത്തെ 10 പദങ്ങളോ ആദ്യത്തെ 8 പദങ്ങളോ പറഞ്ഞാൽ
നമുക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ ഈ 86 എന്ന് പറഞ്ഞ എത്രാമത്തെ പദങ്ങളാണ്, അല്ലെങ്കിൽ ഈ സംഖ്യാശ്രേണിയിൽ എത്ര പദങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. സോറി, ഈ സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എണ്ണാം പദം കണ്ടുപിടിക്കണം. എണ്ണാം പദം കണ്ടുപിടിക്കണമെങ്കിൽ എന്താ നമുക്ക് ചെയ്യേണ്ടത്? ഇതിനുപയോഗിച്ചിരിക്കുന്ന നിയമം കണ്ടുപിടിക്കണം. നിയമം കണ്ടുപിടിക്കാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സംഖ്യ എടുക്കാം. മൂന്നാം പദം തന്നെ എടുക്കാം. മൂന്നാം പദം 22 ആണെന്നറിയാം. അതെങ്ങനെ കണ്ടുപിടിച്ചെന്ന് നോക്കാം. പൊതുവ്യത്യാസം ഇൻറ്റു 8 ഇൻറ്റു 3 ചെയ്യുക. 8 ഇൻറ്റു 3 24 പക്ഷെ നമുക്കറിയാം മൂന്നാം പദം 22 ഉള്ളൂ. 24 നിന്നും 22 കിട്ടണമെങ്കിൽ എന്തായാലും 2 കുറയ്ക്കണം. അപ്പം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന നിയമം എന്താ? പൊതുവ്യത്യാസം ഇൻറ്റു എത്രാം പദമാണ് അതിനോട് 2 കുറയ്ക്കണം, എന്നാൽ മാത്രമേ 22 കിട്ടുള്ളൂ. അതുപോലെ തന്നെ സംശയം ഉണ്ടെങ്കിൽ 30 ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കാം. 30 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ നാലാം പദമാണ്. നാലാം പദം കിട്ടണമെങ്കിൽ പൊതുവ്യത്യാസം ഇൻറ്റു 4 ചെയ്യുക, അതിനോട് 2 കുറയ്ക്കുക. 8 ഇൻറ്റു 4 32, 32നോട് 2 കുറച്ചാൽ 30 കിട്ടും. ശരിയായില്ലേ? ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? നമുക്ക് എണ്ണാം പദം എഴുതണം. എണ്ണാം പദം എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം ഇൻറ്റു എത്രാമത്തെ പദം? എണ്ണാം പദമായിട്ട് n എഴുതി -2. ഈ 8 ഇൻറ്റു n എന്ന് പറഞ്ഞാൽ നമുക്ക് 8n - 2 എന്നും എഴുതാം കേട്ടോ. എണ്ണാം പദം കിട്ടി. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 86 എന്ന് പറഞ്ഞാൽ എത്രാമത്തെ പദമാണെന്ന് തരാത്തത് കൊണ്ട് നമുക്ക് 86 എത്രാമത്തെ പദമാണെന്ന് കണ്ടുപിടിക്കണം. ഇത് എത്രാമത്തെ പദമാണെന്ന് നമുക്ക് അറിയില്ല. അതിനുവേണ്ടി ഇതിൻ്റെ സ്ഥാനം കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനെ എണ്ണാം പദമായിട്ട് നമ്മളങ്ങ് സങ്കല്പിക്കുക. ഇപ്പം 86 എന്ന് പറഞ്ഞാൽ എണ്ണാം പദമായി സങ്കല്പിക്കുക എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ എടുത്ത് എഴുതുക. 8n - 2 എന്ന് എഴുതുക. എന്നിട്ട് വേണമെങ്കിൽ തിരിച്ചെഴുതാം. 8n - 2 = 86 എന്ന് എഴുതിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു -2 ആയതുകൊണ്ട് ആ -2നെ അപ്പുറത്ത് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുമ്പോൾ ഇതിൻ്റെ സൈൻ അല്ലെങ്കിൽ ചിഹ്നം മാറി പ്ലസ് ആകും. 8n = 86 -2 അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ +2 ആകും. 86ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 8n = 88 കിട്ടും. ഇതിൽ നിന്നും 8n എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 8 ഇൻറ്റു n-നെയാണ് 8n എന്ന് പറയുന്നത്. 8 ഇൻറ്റു ഏതോ ഒരു സംഖ്യ ഗുണിച്ചാൽ 88 കിട്ടും. അപ്പോൾ ആ സംഖ്യ എത്രയായിരിക്കും? 8നോട് ഏതോ ഒരു സംഖ്യ ഗുണിച്ചാൽ 88 കിട്ടും. അപ്പൊ ആ സംഖ്യ എന്താണെന്നറിയാൻ, എന്താണെന്നറിയാൻ എന്താ ചെയ്യേണ്ടത്? 88ഉം 8ഉം കൂടെ ഹരിച്ചാൽ മതി. അതായത് നമുക്കറിയാലോ 88ഉം 8ഉം കൂടെ ഹരിക്കുമ്പോൾ എത്ര കിട്ടും? 11 കിട്ടുന്നത്. 8നോട് 11 തവണ ഗുണിക്കുമ്പോഴാണ് 88 കിട്ടുന്നത്. സംശയമുള്ളവർക്ക് അത് ഹരിച്ചു നോക്കാം. അപ്പോൾ 11 കിട്ടി. അപ്പോൾ n എന്ന് പറയുന്ന 11 എന്ന് ഉദ്ദേശിക്കുന്നത് ഈ 86 എന്ന് പറഞ്ഞാൽ അതിൻ്റെ എത്രാമത്തെ പദമാണ്? 11ാം പദമാണ്. അതായത് ഈ സംഖ്യാശ്രേണിയിൽ, ഈ സമാന്തര ശ്രേണിയിൽ 11 പദങ്ങളുണ്ട്. അപ്പം 11 പദങ്ങളുടെ തുകയാണ് നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. 11 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത് സംഖ്യയാണ്? ഒറ്റ സംഖ്യയാണ്. ഒറ്റ സംഖ്യ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ ഇതിൻ്റെ തുക കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ മധ്യപദം കണ്ടുപിടിക്കാമല്ലോ. 11ൻ്റെ മധ്യപദം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 11 സംഖ്യകളുണ്ടെങ്കിൽ അതിൻ്റെ മധ്യപദം ഏതാണ്? അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ചെയ്യാം. മധ്യപദത്തിൻ്റെ സ്ഥാനമാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം 11 എഴുതുക, അതിനോട് കൂടി 1 കൂട്ടണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ 2 ഹരിക്കുക. 11നോട് 1 കൂട്ടുമ്പോൾ 12, 12ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 6. അപ്പം 6ാം പദമാണ്, 6 അല്ല 6ാം പദമായിരിക്കും ഇതിൻ്റെ മധ്യപദം. അതായത് ഈ സമാന്തര ശ്രേണിയിലെ 6ാം പദം ആയിരിക്കും മധ്യപദം. 4ാം പദം വരെ നമുക്കറിയാം. 1, 2, 3, 4ാം പദം വരെ ഇവിടെ തന്നിട്ടുണ്ട്. 5, 6. 6ാം പദം അറിയില്ല. അപ്പം എന്താ ചെയ്യണ്ടേ? നമുക്ക് 6ാം പദം കണ്ടുപിടിക്കാമല്ലോ. ഈ നിയമം വെച്ചിട്ട് എളുപ്പം കണ്ടുപിടിക്കാം. 6ാം പദം കണ്ടുപിടിക്കണമെങ്കിൽ ഇതുപോലെ തന്നെ പൊതുവ്യത്യാസം ഇൻറ്റു 6 - 2 ഗുണിച്ചിട്ടേ കുറയ്ക്കാൻ പാടുള്ളൂ. 8 ഇൻറ്റു 6 48 -2 എന്ന് പറഞ്ഞാൽ
46. ആറാം പദം 46 കിട്ടി. കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇനി മധ്യപദമായിട്ടുള്ള 46 കിട്ടി. മധ്യപദം അങ്ങനെ 46 കിട്ടി. മധ്യപദം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്താ? തുക കണ്ടുപിടിക്കണം. തുക കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യത്തെ 11 പദങ്ങളുടെ തുക കണ്ടുപിടിക്കണമെങ്കിൽ മധ്യപദം എടുക്കുക, അതിനോട് 11 ഗുണിക്കുക. ഇങ്ങനെ ഏതൊരു സംഖ്യയും 11 വെച്ച് ഗുണിക്കാൻ പറഞ്ഞാൽ അതിനൊരു എളുപ്പ വഴിയുണ്ട്. അതിൻ്റെ വീഡിയോ ഞാനിവിടെ ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം ഉത്തരം കിട്ടും. അങ്ങനെ ഞാനിത് ചെയ്യുവാണ്. 4 + 6 10. അപ്പോൾ തുക കിട്ടി 506. അടുത്ത ചോദ്യം സെയിം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ മൂന്നാമത്തെ സി പാർട്ടാണ്. 4, 10, 16, 22 ഇങ്ങനെ 88 വരെയുള്ള സമാന്തര ശ്രേണിയുടെ തുക കണ്ടുപിടിക്കാനാണ്. സെയിം നമ്മൾ ചെയ്ത മെത്തേഡ് തന്നെ. ആദ്യമേ ഒന്നാം പദം എടുത്തെഴുതുക, പൊതുവ്യത്യാസം എടുത്തെഴുതുക. ഇതിനൊക്കെ മാർക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ആദ്യമേ എടുത്തെഴുതുക. പൊതുവ്യത്യാസം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്നാം പദം കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടുത്തെ നിയമം കണ്ടുപിടിക്കണം. മൂന്നാം പദം നമുക്ക് എടുക്കാം. മൂന്നാം പദം 16 എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. പൊതുവ്യത്യാസം ഇൻറ്റു 3, 6 × 3 18. 18 അല്ല 16 ഉള്ളൂ. 18-ൽ നിന്നും 16 കിട്ടണമെങ്കിൽ 2 കുറയ്ക്കണം. അപ്പോഴാണ് മൂന്നാം പദമായിട്ടുള്ള 16 കിട്ടുള്ളൂ. 6 × 3 18 - 2. ഈ നിയമമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നാലാം പദം സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കണം. പൊതുവ്യത്യാസം ഇൻറ്റു 4, 6 × 4 24. 24-നോട് 2 കുറയ്ക്കുമ്പോഴാണ് 22 കിട്ടുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്നാം പദം എഴുതാം. എന്നാം പദം കണ്ടുപിടിക്കണമെങ്കിൽ പൊതുവ്യത്യാസം ഇൻറ്റു n - 2. ഇതാണ് നമ്മുടെ എന്നാം പദം. 6 × n എന്ന് പറഞ്ഞാൽ 6n - 2 എന്നും എഴുതാം. ഇതാണ് എന്നാം പദം. എന്നാം പദം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 88 എത്രാമത്തെ പദമാണ്? ഈ സമാന്തര ശ്രേണിയിലെ 88 വരെയുള്ള പദങ്ങളിൽ 88 എത്രാമത്തെ പദമാണെന്ന് അറിയണമെങ്കിൽ 88 = ഈ എന്നാം പദം ഒന്ന് എഴുതുക. 6n - 2 എന്ന് എഴുതുക. എന്നിട്ട് ഇത് കണ്ടുപിടിക്കാം. 6n - 2 എന്ന് പറഞ്ഞാൽ 88 ആണ്. ഞാൻ പറഞ്ഞു -2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ +2 ആകും. അപ്പോൾ 6n എന്ന് പറഞ്ഞാൽ 88, മൈനസിനെ അപ്പുറത്തെ ഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +2 ആകും. 6n എന്ന് പറഞ്ഞാൽ 88-നോട് 2 കൂട്ടുമ്പോൾ 90 കിട്ടും. അതായത് 6n എന്ന് പറഞ്ഞാൽ 6 × n എന്നാണ് ഉദ്ദേശിക്കുന്നത്. 6-നോട് ഏതോ ഒരു സംഖ്യ ഗുണിക്കുമ്പോൾ 90 കിട്ടും. അപ്പോൾ ആ സംഖ്യ എത്രയാണെന്ന് അറിയണമെങ്കിൽ 90-നോട് 6 ഹരിച്ചാൽ പോരെ? ഹരിച്ചു നോക്കുക. 90/6 15 ആണ് നമുക്ക് കിട്ടിയത്. അതായത് n എന്ന് പറഞ്ഞാൽ 15. അതായത് ഈ സമാന്തര ശ്രേണിയിൽ 88 വരെയുള്ള പദങ്ങൾ എത്ര പദങ്ങളുണ്ട്? 15 പദങ്ങളുണ്ട്. അതായത് 88 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 15-ാം പദമാണെന്ന് മനസ്സിലായി. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇനി ഇതിൻ്റെ തുക നേരെ കണ്ടുപിടിക്കാം. 15 പദങ്ങളുണ്ടെന്ന് മനസ്സിലായി. അതിൽ 15-ാം പദമാണ് 88. 15 ഒരു ഒറ്റ സംഖ്യയായതുകൊണ്ട്, ഓഡ് നമ്പർ അല്ലെങ്കിൽ ഒറ്റ സംഖ്യ ആയതുകൊണ്ട് ഇതിന് നമുക്ക് വേഗം തന്നെ ഇതിന് മധ്യപദം കണ്ടുപിടിക്കാൻ പറ്റും. 15-ന്റെ മധ്യപദം എത്രയാണ്? ഏത് സംഖ്യയാണ് 15-ന്റെ മധ്യപദം? മധ്യസ്ഥാനത്ത് കിടക്കുന്ന നമ്പർ ഏതാണ് 15-ന്റെ? അറിയാത്തവർക്ക് ചെയ്തു നോക്കാം. മധ്യപദത്തിൻ്റെ സ്ഥാനം കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു 15 ഒറ്റ സംഖ്യ ആണെങ്കിൽ അതിനോട് 1 കൂട്ടുക, പിന്നെ 2 ഹരിക്കുക. 15 + 1 16/2 ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടും. 8 എന്ന് പറഞ്ഞാൽ ആ സംഖ്യയല്ല, എപ്പോഴും ഓർക്കണം. 8 എന്ന് പറഞ്ഞാൽ 8-ാം പദമാണ്. ഈ സമാന്തര ശ്രേണിയുടെ 8-ാം പദമായിരിക്കും അതിൻ്റെ മധ്യപദം. ആ 8-ാം പദം നമ്മളിനി കണ്ടുപിടിക്കണം. നമുക്കറിയാലോ, ഈ നിയമം വെച്ചിട്ട് നേരെ 8-ാം പദം കണ്ടുപിടിക്കാം. 8-ാം പദം എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം ഇൻറ്റു 8 - 2. 6 × 8 48 - 2 എന്ന് പറഞ്ഞാൽ 46. 8-ാം പദം കിട്ടി. 8-ാം പദം എന്തായിരുന്നു? മധ്യപദമാണ്. അപ്പം നമുക്ക് എഴുതാം. മധ്യപദം 46 കിട്ടി. മധ്യപദം കിട്ടിക്കഴിഞ്ഞാൽ തുക എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം? ആദ്യത്തെ 15 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 46 × 15 ചെയ്യുക.
അപ്പോൾ എത്ര കിട്ടും? 690. ആദ്യത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന ഓരോ സമാന്തര ശ്രേണിയുടെയും ആദ്യത്തെ 10 പദങ്ങളുടെ തുക കണ്ടെത്തുക. അതായത് ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ 10 പദങ്ങളുടെ തുക കണ്ടുപിടിച്ചാൽ മതി. അപ്പം 10 പദങ്ങളുടെ തുക. സമാന്തര ശ്രേണി 11, 22, 33, 44 ഇതാണ് സമാന്തര ശ്രേണി. ഇതിൽ നമുക്കറിയാം, ആദ്യം ഒരു സമാന്തര ശ്രേണി തന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം എടുത്തെഴുതാം. അപ്പോൾ നമുക്ക് ആദ്യ പദം എഴുതാം 11, പൊതുവ്യത്യാസം എഴുതാം. പൊതുവ്യത്യാസവും കിട്ടി, ആദ്യ പദവും കിട്ടി. ഇനിയും ആദ്യത്തെ 10 പദങ്ങളുടെ തുക കണ്ടുപിടിച്ചാൽ മതി. അപ്പം നമുക്കറിയാം 10ാം പദം ഏതാണെന്ന് അറിയണം. 10 പദം 1, 2, 3, 4 4 പദങ്ങളെ തന്നിട്ടുള്ളൂ. 10 വരെയുള്ള പദം അറിയണം. അപ്പം 10ാം പദം അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? n-ാം പദം കണ്ടുപിടിക്കണം. അതായത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന നിയമം കണ്ടുപിടിക്കണം. ആ നിയമം കണ്ടുപിടിക്കുന്ന നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ 3ാം പദം ഞാൻ എടുക്കുവാണ്. 3ാം പദം ഈക്വൽ ടു പൊതുവ്യത്യാസം ഇൻറ്റു 3, 11 ഇൻറ്റു 3, 33 നേരെ കിട്ടി. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന നിയമം എന്താണ്? പൊതുവ്യത്യാസവും ആ പദവും കൂടെ ഗുണിച്ചാൽ മതി, വേറൊന്നും ചെയ്യേണ്ട. സംശയം ഉണ്ടെങ്കിൽ 44 കൂടെ എടുത്താൽ 4ാം പദം പൊതുവ്യത്യാസം ഇൻറ്റു 4 ചെയ്താൽ മതി, 44 കിട്ടും. അപ്പോൾ ഇവിടുത്തെ n-ാം പദം നമുക്ക് എളുപ്പത്തിൽ എഴുതാമല്ലോ. n-ാം പദം എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം ഇൻറ്റു n ചെയ്താൽ മതി. അതായത് 11n ഇത്രേ ഉള്ളൂ n-ാം പദം. n-ാം പദം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത്? 10 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞത്. അപ്പം 10ാം പദം എത്രയാണെന്ന് അറിയണം. 10ാം പദം അറിയണമെങ്കിൽ ഈ നിയമം ഉപേക്ഷിച്ച് ചെയ്യാമല്ലോ. 11 ഇൻറ്റു 10 ചെയ്യണം. n-ൻ്റെ ഇവിടെ 10 ഇട്ട് കൊടുത്താൽ മതി. 11 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 11 ഇൻറ്റു 1 ചെയ്യുക 11, പിന്നെ 0 എടുത്ത് എഴുതുക 110. 10ാം പദം കിട്ടി. അതായത് ഈ സംഖ്യാശ്രേണിയിലെ 10ാം പദം വരെ 110 ഉണ്ട്. 110 വരെയാണ് 10ാം പദം. ഇത്ര എഴുത്തിൻ്റെ തുക കണ്ടുപിടിക്കുക. അപ്പം പിന്നെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 10 പദങ്ങൾ എന്ന് പറഞ്ഞാൽ 10 പദങ്ങൾ എന്ന് പറഞ്ഞാൽ 10 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10 എന്ന് പറഞ്ഞാൽ ഇത് ഇരട്ട സംഖ്യയാണ്. 10 ഇരട്ട സംഖ്യ ആയതുകൊണ്ട് അതിന് 2 മധ്യപദങ്ങൾ കാണും. അതിൻ്റെ ശരാശരി എടുത്താലേ നമുക്ക് മധ്യപദമായിട്ടുള്ള ഒരു സംഖ്യ കിട്ടുകയുള്ളൂ. അപ്പം 10 സംഖ്യകളുടെ മധ്യപദം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും മധ്യപദങ്ങൾ? അതറിയാത്തവർക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മധ്യപദം കണ്ടുപിടിക്കാൻ, മധ്യപദത്തിൻ്റെ സ്ഥാനം കണ്ടുപിടിക്കാൻ 10 പദങ്ങളുടെ മധ്യപദം കണ്ടുപിടിക്കാൻ അറിയാത്തവർക്ക് 10നോട് 2 വെച്ച് ഹരിക്കുക, അല്ലെ 10ൻ്റെ പാതി എടുക്കുക. അപ്പോൾ 5 കിട്ടി. 5നോട് 1 കൂട്ടിയാൽ കിട്ടുന്ന 2 പദങ്ങളായിരിക്കും അതിൻ്റെ മധ്യപദങ്ങൾ. അതായത് ഈ പദമല്ല, ഈ സംഖ്യകളല്ല, ഇത്രാമത്തെ പദം 5ാം പദവും 6ാം പദവും പദങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. 5ാം പദവും 6ാം പദങ്ങളുമാണ് ഇതിൻ്റെ ശരാശരി കണ്ടുപിടിക്കാനുള്ള ആ പദങ്ങൾ. നമുക്ക് 5ാം പദം എത്രയാണെന്ന് എഴുതാം. അറിയാമല്ലോ ഇതിൻ്റെ 5ാം പദം എത്രയാണ്? ഈ നിയമം അനുസരിച്ച് 11 ഇൻറ്റു 5 ചെയ്താൽ 5ാം പദം കിട്ടും 55. 6ാം പദം കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇതുപോലെ തന്നെ 11 ഇൻറ്റു 6 ചെയ്യുമ്പോൾ 6ാം പദവും കിട്ടും. അപ്പം 55ഉം 65ഉം എടുത്തിട്ട് അതിൻ്റെ ശരാശരിയാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. ശരാശരി ഈക്വൽ ടു 55 പ്ലസ് 66/2. 121/2 ചെയ്യുമ്പോൾ 60.5. ഇതാണ് ഉത്തരം കിട്ടുന്നത്. ശരാശരി കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടിയ സംഖ്യ ആയിരിക്കും നമ്മൾ എന്ത്? മധ്യപദം. മധ്യപദം 60.5 കിട്ടിക്കഴിഞ്ഞാൽ തുക എളുപ്പം കണ്ടുപിടിക്കാമല്ലോ. തുക എങ്ങനെ കണ്ടുപിടിക്കാം? തുക ഈക്വൽ ടു മധ്യപദം ഇൻറ്റു 10. അതായത് 60.5 ഇൻറ്റു 10 എന്ന് ചെയ്താൽ ഈ പോയിന്റ് ഇപ്പുറത്തേക്ക് മാറും. അതായത് 605 ഉത്തരം. തുക കിട്ടി. ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റി. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് എല്ലാം ആൻസറും കണ്ടുപിടിക്കാൻ പറ്റും. 1, 6, 11, 16 ഈ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. അതുപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യ പദം എടുത്ത് എഴുതണം,
പൊതുവ്യത്യാസം എടുത്ത് എഴുതണം. പൊതുവ്യത്യാസം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉപയോഗിച്ച നിയമം കണ്ടുപിടിക്കണം. അപ്പം 11 ഞാൻ മൂന്നാം പദം എടുത്തിട്ട് അതിൻ്റെ നിയമം നോക്കുവാണ്. 11 മൂന്നാം പദമാണെന്നറിയാം. മൂന്നാം പദം എങ്ങനെയെന്ന് കിട്ടിയെന്ന് നോക്കണമെങ്കിൽ പൊതുവ്യത്യാസം ഇൻറ്റു 3 ചെയ്യുക. 5 ഇൻറ്റു 3 15 പക്ഷേ മൂന്നാം പദം 11 ഉള്ളൂ. 15 നിന്നും 11 കിട്ടണമെങ്കിൽ 4 കുറയ്ക്കണം. അപ്പം ഇതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന നിയമം. അതുപോലെ നമുക്ക് 16 കൂടെ ഒന്ന് നോക്കാം. നാലാം പദവും കൂടെ എങ്ങനെ കിട്ടിയെന്ന്. അപ്പോൾ 5 ഇൻറ്റു 4 20, 20 മൈനസ് 4 16. അപ്പം ഇതാണ് ഇവിടുത്തെ നിയമം. നിയമം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്നാം പദം എഴുതാമല്ലോ. എന്നാം പദം ഈക്വൽ ടു പൊതുവ്യത്യാസം ഇൻറ്റു n മൈനസ് 4 ഇല്ലെങ്കിൽ 5n മൈനസ് 4. പൊതുവ്യത്യാസം കിട്ടി. എന്നാം പദം കിട്ടി. എന്നാം പദം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ 10 പദങ്ങളുടെ തുകയാണ്. 10ാമത്തെ പദം തന്നിട്ടില്ല. അപ്പം അതറിയണമെങ്കിൽ 10ാം പദം കണ്ടുപിടിക്കണമെങ്കിൽ 5 ഇൻറ്റു 10 മൈനസ് 4, 5 ഇൻറ്റു 10 50, 50 മൈനസ് 4 46. 10ാം പദം കിട്ടി. അതായത് ഈ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങൾ, അതായത് 46 വരെയുള്ള സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നമുക്ക് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം 10 ആയതുകൊണ്ട് അതിൻ്റെ മധ്യപദം ഏതൊക്കെയായിരിക്കും. കുറച്ച് മുന്നേ ഇതിന് മുന്നേ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു. 10 പദങ്ങളാകുമ്പം 10ന് എത്ര 2 മധ്യപദങ്ങൾ കാണും. കാരണം ഇത് ഇരട്ട സംഖ്യയാണ്. അപ്പം മധ്യപദത്തിൻ്റെ സ്ഥാനം കണ്ടുപിടിക്കണമെങ്കിൽ 10/2 ചെയ്യുക. 5, 5നോടൊന്ന് കൂട്ടുക 6. അതായത് 5ാം പദവും 6ാം പദവും ആയിരിക്കും ഈ സമാന്തര ശ്രേണിയുടെ മധ്യപദങ്ങൾ. അപ്പോൾ അതിന് 5ാം പദം എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. 5ാം പദം കണ്ടുപിടിക്കണമെങ്കിൽ ഈ എന്നിൻ്റെ അവിടെ 5 ഇട്ട് കൊടുക്കുക. ഈ നിയമം തന്നെ. പൊതുവ്യത്യാസം ഇൻറ്റു 5 മൈനസ് 4 ഗുണിച്ചിട്ടേ കുറയ്ക്കാവൂ. അപ്പോൾ 5 ഇൻറ്റു 5 25, 25 മൈനസ് 4 21. അതുപോലെ തന്നെ 6ാം പദം 5 ഇൻറ്റു 6 മൈനസ് 4, 5 ഇൻറ്റു 6 30 30 മൈനസ് 4 30 മൈനസ് 4 26. 2 പദങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ശരാശരി കണ്ടുപിടിക്കണം. ശരാശരി കണ്ടുപിടിക്കുന്നത് 21ാമത്തെയും 26ാം 2 പദങ്ങൾ എടുക്കുക, കൂട്ടുക, അതിനോട് 2 വെച്ച് ഹരിക്കുക. 47/2. 47ൻ്റെ പകുതിയാണ് 23.5. ശരാശരി കിട്ടിയ ആ സംഖ്യ ആയിരിക്കും നമ്മുടെ മധ്യപദം. ഇപ്പോൾ ഒരു സമാന്തര ശ്രേണിയുടെ 10 പദങ്ങളുടെ തുകയുടെ കണ്ടുപിടിക്കണമെങ്കിൽ മധ്യപദം കിട്ടിക്കഴിഞ്ഞാൽ തുക എങ്ങനെ എളുപ്പം കണ്ടുപിടിക്കാമല്ലോ. തുക ഈക്വൽ ടു മധ്യപദം എടുക്കുക, അതിനോട് എത്ര സംഖ്യയുണ്ട് 10 പദങ്ങൾ ഗുണിക്കുമ്പോൾ ഇവിടെ 10 ആയതുകൊണ്ട് ഒരു 0 ഉള്ളതുകൊണ്ട് ഈ പോയിന്റ് ഇപ്പുറത്തേക്ക് വരും. അതായത് 235 ഉത്തരം കിട്ടും. പോയിന്റ് ഉള്ളതുകൊണ്ട് 0 കൂടെ ഉള്ളതുകൊണ്ട് ആ പോയിന്റ് ഇപ്പുറത്തേക്ക് പോയിട്ട് 235 ഉത്തരം കിട്ടും. ഇതാണ് ആൻസർ. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്. 4, 9, 14, 19 സെയിം തന്നെ 10 പദങ്ങളുടെ തുക. നമുക്കറിയുന്ന പോലെ 1ാം പദം എടുത്തെഴുതണം. 1ാം പദം a ഈക്വൽ ടു 4, പൊതുവ്യത്യാസം d ഈക്വൽ ടു, അടുത്തടുത്തുള്ള പദങ്ങൾ കുറച്ച് നോക്കുക. പൊതുവ്യത്യാസം കിട്ടി. ഇനിയും പൊതുവ്യത്യാസം കിട്ടിക്കഴിഞ്ഞാൽ നിയമം കണ്ടുപിടിക്കണം. അതിന് ഞാൻ 3ാം പദം എടുക്കുവാണ്. 14 നമുക്കറിയാം 3ാം പദമാണെന്ന്. 3ാം പദം എങ്ങനെ കിട്ടിയെന്ന് നോക്കണമെങ്കിൽ പൊതുവ്യത്യാസം ഇൻറ്റു 3 ചെയ്ത് നോക്കുക. 5 ഇൻറ്റു 3 15, പക്ഷെ 14 ഉള്ളൂ. 15ൽ നിന്ന് 14 കിട്ടണമെങ്കിൽ 1 കുറയ്ക്കണം. അതുപോലെ തന്നെ ഇത് ശരിയാണോ എന്ന് നോക്കണമെങ്കിൽ 4ാം പദവും കൂടെ സംശയമുള്ളവർക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. 5 ഇൻറ്റു 4 20, 20ൽ നിന്ന് 1 കുറച്ചാൽ മാത്രമേ 19 കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ നിയമം. നിയമം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേഗം n-ാം പദം എഴുതാം. 5 ഇൻറ്റു n മൈനസ് 1, അതായത് 5n മൈനസ് 1 നമ്മുടെ n-ാം പദം. n-ാം പദം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം 10 പദങ്ങളുടെ തുകയാണ്. പക്ഷെ ഇവർ 10ാം പദം തന്നിട്ടില്ല. 10ാം പദം തരാത്തതുകൊണ്ട് നമുക്ക് 10ാം പദം കണ്ടുപിടിക്കണം. 10ാം പദം ഈക്വൽ ടു 5 ഇൻറ്റു എന്നിൻ്റെ സ്ഥാനത്ത് 10 ഇട്ട് കൊടുക്കുക, മൈനസ് 1. 5 ഇൻറ്റു 10 50, 50നോട് 1 കുറയ്ക്കുക.
49. 10ാം പദം 49 കിട്ടി. അപ്പം ഇത്രയും വരെ പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനാണ് പറഞ്ഞേ. നമുക്കറിയാം 10 എന്ന് പറഞ്ഞാൽ ഇരട്ടസംഖ്യയാണ്. ഇരട്ടസംഖ്യ ആയിക്കഴിഞ്ഞാൽ അതിന് മധ്യപദമായി ഒരു പദമല്ല ഉള്ളത്, 2 പദങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ശരാശരി കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് മധ്യപദം കിട്ടുകയുള്ളൂ. 10ൻ്റെ ഞാൻ നേരത്തെ ചെയ്തതുപോലെ 10ന് 2 മധ്യപദങ്ങളാണുള്ള സ്ഥാനങ്ങൾ, 5ാം പദവും 6ാം പദവും. അപ്പോൾ 5ാം പദം നമുക്ക് കണ്ടുപിടിക്കാം. 5ാം പദം കണ്ടുപിടിക്കണമെങ്കിൽ ഈ സെയിം നിയമം വെച്ച് എന്നിൻ്റെ അവിടെ 5 ഇട്ട് കൊടുത്താൽ മതി. 5 × 5 - 1. 5 × 5 25 ആണ്. 25നോട് 1 കുറയ്ക്കുമ്പോൾ 24 കിട്ടും. അതുപോലെ തന്നെ 10 പദങ്ങളായതുകൊണ്ട് 2 മധ്യപദങ്ങൾ വരും. 6ാം പദം എന്ന് പറഞ്ഞാൽ 5 × 6 - 1. 30 - 1 ചെയ്താൽ 29. അപ്പോൾ ഈ 2 സംഖ്യകളുടെ ശരാശരിയാണ് നമുക്ക് എടുക്കേണ്ടത്. ശരാശരി എടുത്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ? മധ്യപദം കിട്ടുകയുള്ളൂ. 24ഉം 29ഉം കൂടെ കൂട്ടിയിട്ട് അതിനോട് 2 ഹരിക്കണം. 24 + 29 53 കിട്ടും. 53ൻ്റെ പകുതി, അതായത് 26.5. ഇതാണ് നമ്മുടെ ശരാശരി. ശരാശരി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? മധ്യപദം ആണ് നമ്മുടെ ശരാശരി. മധ്യപദം എന്ന് പറഞ്ഞാൽ 26.5. മധ്യപദം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തുക കണ്ടുപിടിക്കാമല്ലോ. തുക എന്ന് പറഞ്ഞാൽ 26.5 × 10 പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ × 10 ചെയ്യുക. ഞാൻ പറഞ്ഞു 26.5 ആയിട്ട് ഒരു 0 ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് എഴുതുമ്പോൾ 265 തുക കിട്ടിയത്. അപ്പം അങ്ങനെ ആൻസർ കിട്ടും. അങ്ങനെ നമ്മൾ സമാന്തര ശ്രേണിയിലെ എല്ലാ ചാപ്റ്റർ തുടങ്ങിയത് മുതൽ അവസാനിക്കുന്ന വരെയുള്ള എല്ലാ എക്സാമ്പിളും അതിൽ ചോദിച്ചിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ചെയ്ത് ആണ് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അപ്പം സംഖ്യാശ്രേണി എന്താണെന്ന് പഠിച്ചു. സംഖ്യകളെ ഒരു പ്രത്യേക നിയമം അനുസരിച്ച് ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്നിങ്ങനെ എഴുതുന്ന സംഖ്യകളെയാണ് നമുക്ക് സംഖ്യാശ്രേണി എന്ന് വിളിക്കുന്നത്. നമ്മൾ ആദ്യമേ പഠിച്ചു. ആദ്യത്തെ വീഡിയോയിലും രണ്ടാമത്തെ വീഡിയോയിലും സംഖ്യാശ്രേണി എന്താണ്, സമാന്തര ശ്രേണി എന്താണെന്ന് പഠിച്ചു. ഈ സംഖ്യാശ്രേണിയും സമാന്തര ശ്രേണിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സംഖ്യാശ്രേണിയിൽ പൊതുവ്യത്യാസം കാണില്ല, പൊതുവായിട്ടുള്ള വ്യത്യാസം ഉണ്ടാകില്ല പദങ്ങൾ തമ്മിൽ. പക്ഷെ സമാന്തര ശ്രേണിയിൽ പൊതുവ്യത്യാസം കാണും. ആ പൊതുവ്യത്യാസത്തിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ D ആണ്. പൊതുവ്യത്യാസം സമാന്തര ശ്രേണിയിൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അടുത്തടുത്തുള്ള പദങ്ങൾ കുറച്ചാൽ മതി. ഇപ്പോൾ 3ാം പദം - 2ാം പദം ചെയ്താൽ നമുക്ക് പൊതുവ്യത്യാസം കിട്ടും. അതുപോലെ തന്നെ 2ാം പദം - 1ാം പദം ചെയ്താലും അങ്ങനെ അടുത്തടുത്തുള്ള ഏത് സംഖ്യകളും വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കണം. അതായത് 2ാം പദത്തിൽ നിന്നും 1ാം പദം കുറയ്ക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പൊതുവ്യത്യാസം കിട്ടും. പിന്നെ ഒരു സമാന്തര ശ്രേണിയിൽ നമുക്ക് എപ്പോഴും അതിൻ്റെ 1ാം പദം, ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ 1ാം പദമായിട്ടുള്ള A എന്ന് പറഞ്ഞ ലെറ്റർ എടുത്ത് എഴുതുക. പിന്നെ സമാന്തര ശ്രേണിയിൽ നമ്മൾ n-ാം പദം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. n-ാം പദം അറിയാമെങ്കിൽ ഏതൊരു സംഖ്യ, എത്രാമത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ ചോദിച്ചാലും ആ n-ൻ്റെ അവിടെ ആ സംഖ്യ എത്രാമത്തെ പദമാണെന്ന് ഇട്ടുകൊടുത്താൽ ആ പദം നമുക്ക് കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ അവസാനം പഠിച്ചതാണ് തുക കണ്ടുപിടിക്കുന്നത്. തുക കണ്ടുപിടിക്കുന്ന 2 രീതിയുണ്ട്. പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ ഒരു മധ്യപദേ കാണുകയുള്ളൂ. അതേസമയം ഇരട്ട സംഖ്യയാണെങ്കിൽ അതിനാണ് ശരാശരി കണ്ടുപിടിക്കണം. മധ്യപദങ്ങൾ എടുത്തിട്ട് അതിൻ്റെ ശരാശരി കണ്ടുപിടിച്ചിട്ട് ആ ശരാശരിയാണ് നമ്മൾ മധ്യപദമായിട്ട് എടുത്തിട്ട് തുക കണ്ടുപിടിക്കേണ്ടത്. തുക എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. എത്ര പദങ്ങളുണ്ട് ആ പദങ്ങളുടെ എണ്ണമാണ് ഗുണിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്. പിന്നെ നമ്മൾ പഠന നേട്ടം അടുത്ത എന്താണെന്ന് നോക്കാം. സമാന്തര ശ്രേണിയുടെ തുക കണ്ടുപിടിക്കാനുള്ള മാർഗം വിശദീകരിക്കുന്നു. അങ്ങനെ ഈ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു.